ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയറിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ എങ്ങനെ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം, എങ്ങനെയാണ് കോക്കനട്ട് ഓയിൽ സത്യത്തിൽ നമ്മുടെ ഹെയറിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോക്കനട്ട് ഓയിലിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മുടെ ഹെയർ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയാം. കാരണം ഞാനിപ്പം സ്കിന്നിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ സ്കിന്നിന്റെ സ്ട്രക്ചർ ലെയർ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഹെയറിന്റെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് അത് നോക്കാം. നമ്മുടെ ഹെയർ പ്രധാനമായിട്ടും 3 പാർട്സാണ് ഉള്ളത്: ക്യൂട്ടിക്കിള്, കോർട്ടെക്സ്, മെഡുല്ല. ഈ മെഡുല്ല എന്ന് പറയുന്ന സാധനം നല്ല കട്ടിയുള്ള മുടിയുള്ള ആൾക്കാർക്കില്ലേ, അവർക്കാണ് ഉള്ളത്. ക്യൂട്ടിക്കിളും കോർട്ടെക്സും ഒരുവിധ എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഉണ്ടാവും. ഇനി ക്യൂട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന്റെ പുറത്ത് നമ്മൾ കാണുന്നില്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എന്താണോ അതാണ് ക്യൂട്ടിക്കിള്. കോർട്ടെക്സ് എന്ന് വെച്ചാൽ അതിന് ഉള്ളിലുള്ള സാധനമാണ്. മെത്ത പറയുമ്പോൾ മെത്തയുടെ പഞ്ഞിയില്ലേ, മെത്ത നമ്മൾ മുടിയായിട്ട് എടുക്കുകയാണെങ്കിൽ മെത്തയുടെ പുറത്തെ കവറാണ് ക്യൂട്ടിക്കിൾ, അകത്തെ പഞ്ഞിയാണ് കോർട്ടെക്സ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പഞ്ഞി എന്ന് വെച്ചാൽ കട്ടി തരുന്ന സാധനത്തിനാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹെയറിന് എത്രത്തോളം ഷൈൻ തരണം എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് വെച്ചാൽ നമ്മുടെ ഹെയർ ഷൈനി ആവണം എന്ന് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യൂട്ടിക്കിളിനെ ശ്രദ്ധിക്കണം എന്നർത്ഥം. കോർട്ടെക്സിലോട്ട് വരുമ്പോൾ നമ്മുടെ മുടി എത്രത്തോളം കട്ടി വേണം എന്നുള്ളത് കോർട്ടെക്സിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ഹെയർ എന്തെങ്കിലും ഡ്രൈ ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഹെയറിന് ക്യൂട്ടിക്കിളാണ് പ്രശ്നം. ഡാമേജ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്യൂട്ടിക്കിൾ നടക്കുന്നു എന്നാണ് അർത്ഥം. കോർട്ടെക്സിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹെയർ പെട്ടെന്ന് പൊട്ടി പോകത്തില്ല, അല്ലെങ്കിൽ സ്പ്ലിറ്റ് സെൻസ് ഒക്കെ വരത്തില്ല. ആ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ കട്ടി കുറഞ്ഞു വരുന്നതായിട്ട് തിന്നിങ് ഒക്കെ വരത്തില്ല. ഹെയർ തിന്നിങ് വെച്ചാൽ മുടി പൊഴിഞ്ഞു പോകുന്നതിൽ നമ്മുടെ ഒരു ഹെയർ എടുത്ത് അത് ഉണ്ടാവുന്ന ആ ഒരു തിന്നി പണ്ടത്തെ കാലത്ത് കട്ടി കുറയുന്നതിന്റെ ഒക്കെ കാരണം എന്ന് വെച്ചാൽ കോർട്ടെക്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിലാണ് നടക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായാലും ഇപ്പൊ ഹെയറിന്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചില ആൾക്കാർ പറയും എന്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യും. അതേ സാധനം നമ്മുടെ ഹെയർ നമ്മൾ തിന്നാവുന്നതിന് യൂസ് ചെയ്യും. വർക്ക് ചെയ്യത്തില്ല. കാരണം ഒരു സ്ഥലത്ത് നമുക്ക് കോർട്ടെക്സിനാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരു സ്ഥലത്ത് നമുക്ക് ക്യൂട്ടിക്കിളാണ് വർക്ക് ചെയ്യേണ്ടത്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് കോക്കനട്ട് ഓയിലോട്ട് പോകും. ഫസ്റ്റ് എന്താണ് നമ്മുടെ വെളിച്ചെണ്ണ? നമ്മൾ ഈ കാണുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ്. നമ്മൾ ഒരൊറ്റ മോളിക്യൂൾ അല്ല വെളിച്ചെണ്ണയ്ക്കകത്തുള്ളത്. എക്സാമ്പിൾ വാട്ടർ ആണെങ്കിൽ നമുക്ക് പറയത്തില്ല, H2O എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളുള്ള സാധനമാണ്. അപ്പൊ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡിന്റെ ട്രൈഗ്ലിസറൈഡ് ആണ് നമ്മുടെ വെളിച്ചെണ്ണ. പിന്നെ അതിനകത്ത് വേറെ വരുന്നതെന്ന് വെച്ചാൽ മൈറസ്റ്റിക് ആസിഡ് ഉണ്ട്, ഫിനോളിക് ആസിഡ് ഉണ്ട്, പിന്നെ കാപ്രിക് ആസിഡ് ഉണ്ട്, പിന്നെ മോണോലൂറിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പിന്നെ ടോക്കോഫിനോൾ എന്ന് പറയുന്ന സാധനവും ഇതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും അടങ്ങിയ ഒരു ഘടകമാണ് നമ്മുടെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ പ്രത്യേകിച്ചും ഒരു പ്രോട്ടീൻ ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓയിലാണ്. മാത്രമല്ല ഇതൊരു ലോ മോളിക്കുലാർ വെയിറ്റ്, അതായത് നമ്മുടെ ഓരോന്നിനും ഓരോ മോളിക്കുലാർ വെയിറ്റ് ഉണ്ട്. അതിൽ ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒരു ഓയിലാണ് കോക്കനട്ട് ഓയിൽ. മാത്രമല്ല ഇത് ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഇത് മോളിക്കുലർ ലെവൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നമ്മുടെ ഹെയറിന്റെ സ്ട്രക്ചർ പറഞ്ഞില്ലേ, അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആണ് ഈ കോക്കനട്ട് ഓയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെയറിന്റെ ലെങ്തിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹെയറിന്റെ ലെങ്തിലോട്ട് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന്റെ ലെങ്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കോക്കനട്ട് ഓയിലിന് പറ്റും. അതുകൊണ്ടാണ്. കാരണം മുടി വളർച്ചയിലാണോ കോക്കനട്ട് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഹെയറിന്റെ സ്ട്രെങ്തിനാണോ കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയറിന്റെ സ്ട്രെങ്തിനാണ് കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഇത് പ്രോട്ടീനെ പിടിച്ചു നിർത്താനും പറ്റും. മാത്രമല്ല നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്തിനെ പിടിച്ചു നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി കോക്കനട്ട് ഓയിൽ നമ്മുടെ മുടി എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ നമ്മുടെ മുടി പൊട്ടാതിരിക്കാൻ, അതായത് നമ്മളിപ്പോൾ വലിക്കുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകത്തില്ലേ, അങ്ങനെ പൊട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് കോക്കനട്ട് ഓയിൽ നമ്മുടെ ഹെയറിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. രണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഹെയറിന് ഒരു അതായത് നമ്മുടെ ക്യൂട്ടിക്കിളിന് ഷൈനസ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡ്രൈനെസ് ഫ്രിസ്നെസ് മാറ്റിയിട്ട് നമ്മുടെ ക്യൂട്ടിക്കിളിന് ഷൈനസ് കൊടുക്കണമെങ്കിൽ കോക്കനട്ട് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ഹെയറിൽ എന്തെങ്കിലും കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളർ നമ്മുടെ ഹെയറിൽ പിടിച്ചു നിർത്താനായിട്ട് കോക്കനട്ട് ഓയിലിന് പറ്റും. നാലാമത്തേന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഹെയറിന് പ്രോട്ടീൻ ലോസ് ഉണ്ടാവും. കാരണം ഹെയർക്ക് ഒരുപാട് പ്രോട്ടീൻ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനം, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ചില കാരണങ്ങളാൽ പ്രോട്ടീൻ ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ ലോസ് തടയാനായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലിന് പറ്റും. അഞ്ചാമത്തേന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും മുടി കോതുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ക്യാപ്പ് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മുടിയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, അതായത് ഒരു ഒരച്ചിലുണ്ടാവും. ഈ ഫ്രിക്ഷനായി തടയാനായിട്ട് കോക്കനട്ട് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും നമ്മളെ മുടി ഇപ്പം ബ്രേക്ക് ചെയ്തില്ല, അല്ലാണ്ട് മുടി പൊട്ടി പോകുന്ന ആൾക്കാരില്ലേ, ആ അങ്ങനെ പൊട്ടി പോവാതിരിക്കാൻ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഹെയറിനെ സ്ട്രെങ്ത് ചെയ്യാനായിട്ട് ഷാഫ്റ്റിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് സ്ട്രെങ്ത് നിലനിർത്താനായിട്ട് കോക്കനട്ട് ഓയിലിന് പറ്റും. അപ്പൊ ഇത്രയാണ് കോക്കനട്ട് ഓയിലിന്റെ പ്രധാന ഫങ്ഷൻസ്. ഇനി
കോക്കനട്ട് ഓയിൽ ആരൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എനിക്കറിയാം. നമ്മൾ മലയാളികൾക്ക് എങ്ങനെ വെളിച്ചെണ്ണ തലയിൽ തേക്കണം എന്ന് പറഞ്ഞു തരണ്ട. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും എങ്ങനെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ കുളിക്കുന്നതിന് 1-2 മണിക്കൂർ മുന്നേ മാത്രമേ 1-2 മണിക്കൂർ മതി നമ്മുടെ ഹെയർ സ്ട്രാൻഡിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ പെനിട്രേറ്റ് ആവാനായിട്ട്. സോ അത്രയും നേരം മുന്നേ മാത്രം ഹെയറിൽ തേക്കാം. ഓവർനൈറ്റ് യൂസ് ചെയ്യരുത്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ എണ്ണ തലയിൽ തേച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പില്ലോയിലോട്ട് ആ എണ്ണ വരും. അപ്പൊ നമ്മുടെ പില്ലോയിലോട്ട് എണ്ണ വരുമ്പോഴത്തേക്ക് പില്ലോ കവറിലും വരും, നമ്മുടെ പില്ലോയിലോട്ട് പെനിട്രേറ്റ് ആവും ഡെഫിനറ്റ്ലി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫംഗസിന് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് മോക്കുരു ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഓവർനൈറ്റ് ഹെയർ ഓയിലിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുളിക്കുന്നതിന് 1-2 മണിക്കൂർ മുന്നേ ഹെയർ ഓയിൽ ചെയ്യാം. രണ്ടെന്ന് വെച്ചാൽ മാക്സിമം സ്കാൽപ്പിൽ കുറച്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിലോട്ട്, അതായത് ഞാൻ പറഞ്ഞില്ല കോക്കനട്ട് ഓയിൽ എപ്പോഴും നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിനെ സ്ട്രെങ്ത് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിൽ യൂസ് ചെയ്യുക. പിന്നെ 1-2 കുറച്ച് മാത്രം ഒരു 1-2 ഡ്രോപ്പ് അല്ലെങ്കിൽ 7-8 ഡ്രോപ്പ് തലയത്തേക്ക്, ബാക്കി കോൺസെൻട്രേഷൻ കൂടുതലും സ്ട്രാൻഡ്സിലോട്ട് കൊടുക്കുക. അടുത്തെന്ന് വെച്ചാൽ ഓവറായിട്ട് യൂസ് ചെയ്യരുത് ഓയിൽ. കാരണം നിങ്ങളിപ്പോൾ ഒരുപാട് എണ്ണ തേക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് എണ്ണ തേക്കരുത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം എണ്ണ തേക്കുന്നോ അത്രത്തോളം ഷാമ്പു നമ്മൾ ഹെയറിൽ കൊടുക്കേണ്ടി വരും ആ ഓയിൽനെസ് കളയാനായിട്ട്. സോ അത്രയും ഓയിൽ കൊടുക്കരുത്. മാത്രമല്ല അത്രയും ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ പാത്രത്തിൽ നമ്മൾ പഞ്ചസാര വെള്ളം മിക്സ് ചെയ്താൽ ഒരു അളവില്ലേ എത്ര പഞ്ചസാര അബ്സോർബ് ചെയ്യും എന്നുള്ളതിന്, ബാക്കി പഞ്ചസാര അബ്സോർബ് ചെയ്യാതെ നിൽക്കൂലേ, അതുപോലെയാണ് ഓയിലിന്റെ കാര്യം. നമ്മുടെ ഹെയറിന് അബ്സോർബ് ചെയ്യാൻ ഒരു എമൗണ്ട് ഉണ്ട്, അത്ര മാത്രമേ അബ്സോർബ് ചെയ്യൂ. അപ്പം സോ മാക്സിമം എത്രത്തോളം കുറച്ചെന്നല്ല ആവശ്യത്തിന് മാത്രം സ്ട്രാൻഡ്സിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഹെയർ ഷാമ്പു ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് സ്കാൽപ്പിൽ ഷാമ്പു ചെയ്യുക. എന്നിട്ട് ആ ലാദർ, അതായത് ആ പത മാത്രം നിങ്ങളുടെ സ്ട്രാൻഡ്സിലോട്ട് കൊടുക്കുക. പിന്നെ എങ്ങനെ പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളതിന് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കാം, അത് ചെയ്ത് നോക്കാം. എന്നിട്ട് ഷാമ്പു ചെയ്തതിനു ശേഷം നിങ്ങളുടെ കണ്ടീഷണർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്നിട്ടും കണ്ടീഷണറും ഷാമ്പൂയും കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹെയർ ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് അവിടെ ഇത് യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ 1-2 ഡ്രോപ്സ് കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ ഹെയറിന്റെ ലെങ്തിലോട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ നല്ല തിന്നായിട്ടുള്ള ഹെയർ ആണ്, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ ഒന്നും കൂടെ നമ്മുടെ ഹെയറിനെ ഒന്ന് ഫ്ലാറ്റ് ആകും. സ്ട്രെയിറ്റ് അല്ലേ അതിന്റെ മോളിക്യൂൾസ്, അപ്പൊ ഒന്നും കൂടെ നമ്മുടെ ഹെയറിനെ ഒന്ന് ഫ്ലാറ്റ് ആക്കാം. അതിനേക്കാളും നല്ലത് ഒന്നുകിൽ ഒരു ഹെയർ സിറം യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ആർഗൻ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഹെയറിലോട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവർ ഡ്രൈ ഫ്രിസി ഹെയർ ആണെങ്കിൽ മാത്രം ആഫ്റ്റർ ഷവറിന് ശേഷം ഹെയർ ഓയിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. തിൻ അല്ലെങ്കിൽ നോർമൽ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ സിറമോ ആർഗൺ ഓയിലോ ആണ് ബെസ്റ്റ് ഓപ്ഷൻ കോക്കനട്ട് ഓയിലിനേക്കാളും. കോക്കനട്ട് ഓയിൽ ഇപ്പൊ എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതേ കണക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇല്ല. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നമുക്ക് കോക്കനട്ട് ഓയിൽ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ തലയിൽ ഒരുപാട് താരൻ ഉണ്ടെങ്കിൽ, അതായത് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, അത് അപ്പൊ ഫ്ലേക്ക്, അതായത് നല്ല യെല്ലോ കളറോ അതല്ലെങ്കിൽ താരൻ എന്താണെന്ന് അറിയാലോ, ആ സാധനം നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ താരൻ വളരാൻ ഏറ്റവും നല്ലൊരു കണ്ടീഷനാണ് ഓയിലി സ്കാൽപ്പ്. അപ്പൊ നമ്മൾ വീണ്ടും കോക്കനട്ട് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ താരൻ വീണ്ടും സ്പ്രെഡ് ആവുമല്ലോ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. രണ്ടെന്ന് വെച്ചാൽ താരൻ അല്ലാതെ തന്നെ നമ്മുടെ തലയിൽ ഒരു ചൊറിച്ചിലും വെള്ളപ്പൊടിയും വരും. തലയിൽ മാത്രമല്ല നമ്മുടെ മൂക്കിന്റെ 2 വശത്ത് അല്ലെങ്കിൽ നമ്മുടെ പിറത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ വരും. ഇതിന് നമ്മൾ സെബോറോ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാക്സിമം കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യാം. മാക്സിമം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുഖത്ത് ഒരുപാട് മുഖക്കുരു ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യാം. കാര്യം എന്താന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ കൊമിഡോജനിക് ആണ്, അതായത് നമ്മുടെ പോസിനെ അടയ്ക്കാൻ പറ്റുന്ന മോളിക്യൂളാണ് കോക്കനട്ട് ഓയിൽ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തോട്ട് അതൊക്കെ ഇറങ്ങി എണ്ണ ഡെഫിനറ്റ്ലി നമ്മുടെ ഫേസിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് മോക്കുരു കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബേക്ക് ആക്നി ഉള്ളവര്, ബട്ട് ആക്നി ഉള്ളവര്, അതായത് മുതുകത്ത് കുരുള്ള ആൾക്കാര്, നമ്മുടെ ബട്ടക്സിന്റെ ഭാഗത്തും കുരു വരുന്ന ആൾക്കാരൊക്കെ ഈ കോക്കനട്ട് ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷനൊക്കെ അത് വേഴ്സ് ആക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഏത് കണ്ടീഷനെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. കണ്ടീഷൻ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അതിന് മുന്നേ ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കണ്ടീഷനൊക്കെ അത് വേഴ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം ഇപ്പൊ നമ്മൾ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എണ്ണ തേക്കുമ്പോൾ ആ ചൊറിച്ചിലൊന്ന് കുറയും. ഫംഗസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ആണ് അതെങ്കിൽ ഈ ചൊറിച്ചിൽ കുറയുക, ആ ഒരു കണ്ടീഷനിൽ കുറയ്ക്കുമെങ്കിലും ആ ഒരു പോയിന്റിൽ കുറയ്ക്കുമെങ്കിലും അത് പിന്നെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഈ കണ്ടീഷനൊക്കെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്.
എന്താണ് കോക്കനട്ട് ഓയിൽ നോക്കി, എങ്ങനെ അത് വർക്ക് ചെയ്യുമെന്ന് നോക്കി, ഏതൊക്കെ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ നോക്കി, ആരൊക്കെ ഉപയോഗിച്ച് കൂടാന്നുള്ളതും നമ്മൾ നോക്കി. ഇനി എന്തൊക്കെ കാരണങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതിനെ പറ്റി നോക്കാം. കാര്യം നമ്മൾ ഇപ്പൊ മുടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വെളിച്ചെണ്ണ തേക്കുക എന്നുള്ളതാണ് നമ്മുടെ അവസാനത്തെ ഓപ്ഷൻ. സോ നമുക്ക് എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യത്തില്ല എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആദ്യം ഇനി നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ തലയിൽ താരനുണ്ടെങ്കിൽ അത് പോവാനായിട്ട് കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഹെൽപ്പ് ചെയ്യത്തില്ല. രണ്ടാമത്തത്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും കോക്കനട്ട് ഓയിൽ പോവത്തില്ല. കാരണം ഹെയർ ഫോൾ നമ്മുടെ ഹെയറിന്റെ ഫോളിക്കിൾസിലാണ് ഇരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അത് ഹോർമോൺ റിലേറ്റഡ് ആവാം, ചിലപ്പോൾ അത് ന്യൂട്രീഷൻ റിലേറ്റഡ് ആവാം, ചിലപ്പോൾ അത് ഡാൻഡ്രഫ് കാരണമാവാം, ചിലപ്പോൾ നിങ്ങളുടെ ജെനറ്റിക്സിൽ ഉള്ളതാവാം, ചിലപ്പോൾ ബോൾഡ്നെസ്, അതായത് നമുക്ക് തലയിൽ കഷണ്ടി വരുന്നത് കൊണ്ടാവാം, അതൊക്കെ ഹെറിഡിറ്ററി ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ പാർട്ടൺ ഹെയർ ഫോൾ ആയിരിക്കും, അതായത് നമ്മുടെ ഫീമെയിൽസ് ഹോർമോണൽ പ്രോബ്ലംസ് കാരണം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ടാവാം. ഇതിനെല്ലാം സൊല്യൂഷൻ കോക്കനട്ട് ഓയിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഹെയർ ഫോളിന് കുറയ്ക്കാനായിട്ട് ഒരിക്കലും കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം ഹെയർ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന്റെ നമ്പർ വെച്ചിട്ടാണ്. ഹെയർ ഫോളിക്കിൾസിൽ, കാരണം ഇപ്പൊ ഞാൻ വേറെ എൻ്റെ ഒരു വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്, ഹെയർ സിറത്തിന്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹെയർ ഫോളിക്കിൾസിലാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇരിക്കുന്നത്. അതിനകത്തുള്ള സെല്ലിന്റെ ആക്ടിവേഷനും ഇനാക്ടിവേഷനും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കോക്കനട്ട് ഓയിൽ കൊണ്ട് ഉപയോഗമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോക്കനട്ട് ഓയിൽ ഇപ്പോൾ നമ്മൾ ഹെയറിന്റെ സ്ട്രെങ്തിനും ലെങ്തിലും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഫോളിക്കിൾസിലല്ല. സോ അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഹെയറിന്റെ തിക്നെസ് കൂട്ടാൻ, അതായത് നമുക്ക് നാച്ചുറലി ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ ഹെയറിന്, അത് കൂട്ടാനൊന്നും കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഹെറിഡിറ്റിയും ഫോളിക്കിൾസിനെയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഫോളിക്കിൾസ് നമുക്ക് റിയാക്ടിവേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഫോളിക്കിൾസിന് തിരിച്ച് ജന്മം കൊണ്ട് കൊടുക്കാനോ ഒന്നും കോക്കനട്ട് ഓയിലിന് പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് കോക്കനട്ട് ഓയിലിന് ഹെയർ റീഗ്രോത്ത് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് സ്പ്ലിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പൊട്ടിപ്പോകുന്ന മുടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ഓൾറെഡി സ്പ്ലിറ്റ് എൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പ്ലിറ്റ്സ് എൻഡിന് നമുക്ക് ഒരിക്കലും അടയ്ക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ തൊലി ഇളവിപ്പോയി, ആ തൊലി തിരിച്ച് നമ്മുടെ സ്കിന്നിലോട്ട് നമുക്ക് ഒട്ടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എക്സാക്ട്ലി സെയിം ആണ് സ്പ്ലിറ്റ് എൻഡ്സിന്റെ കാര്യത്തിൽ. സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ മുറിച്ച് കളയുകയാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ അത് കയറിപ്പോകും. സ്പ്ലിറ്റ്സ് എൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ മുറിക്കുക, അതിനുശേഷം പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ സ്പ്ലിറ്റ് എൻഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ മുടി മുറിച്ചിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഹെയർ കെയർ ചെയ്യുക. എന്നിട്ട് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഹെയറിന് സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റും, ഫ്രിക്ഷൻ വരാതിരിക്കാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ഹെയർ കെയർ റൊട്ടീൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഹെയറിന്റെ ഡ്രൈനെസ് ഒക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്പ്ലിറ്റ് എൻഡ്സ് വരത്തില്ല. സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന പോലെ ഹെയർ കെയറും ചെയ്ത് പോകുക എന്നുള്ളതാണ്. സോ സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പ്ലിറ്റ് എൻഡ്സ് ഒരിക്കലും അടയ്ക്കാനായിട്ട് കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷെ ഫ്യൂച്ചറിൽ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനായിട്ട് കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഫ്രിക്ഷൻ റിലേറ്റഡ് ഡാമേജും തടയാനായിട്ട് കോക്കനട്ട് ഓയിലിന് പറ്റുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനായിട്ട് കോക്കനട്ട് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് കോക്കനട്ട് ഓയിൽ ചെയ്യാത്ത കാര്യങ്ങൾ. കാരണം ഇതൊക്കെ വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒരുപാട് പേര് ഇതൊക്കെ പോകാനായിട്ട് കോക്കനട്ട് ഓയിൽ നല്ലതാന്ന് പറയും. സയന്റിഫിക് ആയിട്ട് ഇതൊക്കെ കൊണ്ട് നമുക്ക് കോക്കനട്ട് ഓയിലും ഇതൊക്കെ മാറ്റാനായിട്ട് കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഹെൽപ്പ് ചെയ്യത്തില്ല. അടുത്തതാണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇടുന്ന സാധനങ്ങൾ. ബേസിക്കലി നമ്മളെ വീട്ടിൽ കാച്ചുന്ന വെളിച്ചെണ്ണ നല്ലതാണ്, അത് നല്ലതാണ്. പിന്നെ നമ്മൾ വേർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് പ്യൂർ കോക്കനട്ട് ഓയിൽ നല്ലതാണ്. കാച്ചുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് വേർജിൻ കോക്കനട്ട് ഓയിലാണ്. എനിവേസ് കാച്ചുന്നത് നല്ലതാണ്. കാരണം ഞാൻ കാച്ചിയ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. കറന്റ് എന്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എന്നെ കാച്ചിയ എണ്ണ തേക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ ഞാൻ കാച്ചിയ എണ്ണയൊക്കെ തേക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ എനിവേസ് രണ്ടും നല്ലതാണ് അതിൻ്റെതായിട്ടുള്ള. പക്ഷേ കോക്കനട്ട് ഓയിൽ ആരും കർപ്പൂരം ഇടരുത്. കാര്യം കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ കർപ്പൂരം നമ്മുടെ സ്കാൽപ്പിന് ഇച്ചിയാക്കും, ഇറിറ്റേറ്റഡ് ആക്കും. അതുകൊണ്ട് കർപ്പൂരം ഇട്ട് കോക്കനട്ട് ഓയിൽ, ഇപ്പൊ ചില ആൾക്കാർ കർപ്പൂരം ഇട്ടെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാവില്ല, ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവും. അപ്പൊ അതൊന്നും ആ പ്രിക്കോഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇച്ച്നെസ് ഇല്ലെങ്കിൽ ഫിറ്റ് ആൻഡ് ഫൈൻ നിങ്ങൾ യൂസ് ചെയ്തോ. ഇച്ച്നെസ് തോന്നുന്നുണ്ട് ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത്. സോറി, ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു പോയിന്റ് ഇവിടെ പറയാം. നിങ്ങളുടെ തലയിൽ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നുണ്ട് അല്ലേ, അങ്ങനെയുള്ള ആൾക്കാർ കോക്കനട്ട് ഓയിൽ ഹെയറിൽ യൂസ് ചെയ്ത്. സോറി, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി അടുത്ത നമ്മൾ പറയേണ്ട കോക്കനട്ട് ഓയിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടും തല നമ്മൾ മസാജ് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ അതായത് എണ്ണ തേക്കുമ്പോൾ
അതൊരു റിലാക്സേഷൻ പ്രോസസ്സായിട്ട് എടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഒന്നുകിൽ നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ റിലാക്സേഷൻ, നിങ്ങൾ ആർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള ദേഷ്യം തീർക്കുന്ന രീതിയിൽ ചെയ്യരുത്. കാരണം ഭയങ്കര വിഗ്രസ് ആയിട്ട് ഒരുപാട് ബലത്തിലൊന്നും തലയിൽ ആ ഒരു കോക്കനട്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെ തേക്കുക. നിങ്ങൾ ഇനി എത്ര തേച്ചാലും അത് പെനിട്രേറ്റ് ചെയ്യാനുള്ള അത്രയും പെനിട്രേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ തേച്ചു എന്നും പറഞ്ഞിട്ട് കോക്കനട്ട് ഓയിൽ തലയിലോട്ട് കയറാൻ പോകുന്നില്ല. പിന്നെ വാം കോക്കനട്ട് ഓയിൽ, അതായത് നമ്മൾ ചെറിയ ഇളം ചൂട് ഉണ്ടാക്കി കോക്കനട്ട് ഓയിൽ തലയിൽ തേക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടി ഈസിലി വർക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ആ ഒരു ചൂട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ചൂടാക്കിയ എണ്ണയും സാധാ എണ്ണയും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയാണ് നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഇതാണ് കോക്കനട്ട് ഓയിലിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഹെയർ ഫാൾ നിർത്തത്തില്ല. നിങ്ങളുടെ തലയിലുള്ള കഷണ്ടി മാറ്റാനും കോക്കനട്ട് ഓയിൽ ഒരു തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. സോ എനിക്ക് തോന്നുന്നു ഞാൻ കോക്കനട്ട് ഓയിലിനെ പറ്റി കുറെ പറഞ്ഞു തന്നിട്ടുണ്ട് ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇനി എന്തെങ്കിലും കോക്കനട്ട് ഓയിലിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ Q&A തീർക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ കോക്കനട്ട് ഓയിൽ ഹെയറിനെ എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും ഞാൻ വരും. ട്യൂസ്ഡേ Q&A ആണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഞാൻ ട്യൂസ്ഡേയിലാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ ട്യൂസ്ഡേ Q&A മിസ് ചെയ്യണ്ട. ടിൽ ദേ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.